ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് PPF അഥവാ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ 1 കോടി രൂപ ഉണ്ടാക്കാം, അതിന് എത്ര സമയം വേണ്ടിവരുമെന്നാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ PPF എന്ന് പറഞ്ഞാൽ വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമാണ്. അപ്പോൾ അതിൽ സെക്യൂരിറ്റിക്ക് പുറമെ നിങ്ങൾക്ക് ടാക്സ് സേവിങ്ങിന് പറ്റിയ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമാണ് PPF. അപ്പം ഇതിപ്പോൾ നമ്മൾ കാണുന്നത് ഒരു PPF കാൽക്കുലേറ്ററാണ്. അപ്പോൾ നമ്മുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെ 1 കോടി രൂപ PPF ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ PPFൻ്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്, അതായത് നിങ്ങൾക്ക് ഈ ഒരു 15 ഇയർ അല്ലെങ്കിൽ എത്ര ഇയർ കഴിഞ്ഞ് കിട്ടുന്ന ഒരു എമൗണ്ട് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആണ്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ആളാണെങ്കിൽ 80Cയിൽ നിങ്ങൾക്ക് 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇത് ടാക്സ് ക്ലെയിം എടുക്കാൻ പറ്റും. അതായത് 1.5 ലക്ഷം രൂപയുടെ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കുറവ് കാണിക്കാൻ പറ്റും. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ് ഉള്ള വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമാണ് PPF. അപ്പം ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട് PPFന്. അതായത് നമുക്ക് മാക്സിമം, അതായത് ഒരാൾക്ക് ഒരു PPF അക്കൗണ്ട് തുടങ്ങാൻ പാടുള്ളൂ. അയാൾക്ക് മാക്സിമം ഒരു അക്കൗണ്ടിൽ തുടങ്ങാൻ പാടുള്ളൂ. അതിൽ 1.5 ലക്ഷം രൂപയാണ് ഒരു വർഷം മാക്സിമം അയാൾക്ക് നിക്ഷേപിക്കാൻ പറ്റുന്നത്. അപ്പം നിക്ഷേപിക്കാൻ പലതരത്തിൽ നമുക്ക് നിക്ഷേപിക്കാം. അതായത് ഒന്നല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരുമിച്ച് ഈ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് നിക്ഷേപിക്കാം, അല്ലെങ്കിൽ മാസം മാസം ഒരു എമൗണ്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഇനി കുറഞ്ഞ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 500 രൂപയെങ്കിലും ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കണം, ഇയർലി. അപ്പോൾ നമ്മൾ മാസം ഒരു 12,500 വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം ആകുമ്പോൾ 1.5 ലക്ഷം രൂപയാണ് ആയിട്ട് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ കിട്ടാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ 1.5 ലക്ഷം രൂപ ഒരുമിച്ച് നിക്ഷേപിക്കുക. അതും ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ, അതായത് ഏപ്രിലിൽ തന്നെ സ്റ്റാർട്ടിങ്ങിലെ 5-ാം തീയതിക്ക് മുമ്പ് നിങ്ങൾ നിക്ഷേപിക്കണം. കാരണം 5-ാം തീയതിക്ക് മുമ്പുള്ള ഒരു എമൗണ്ട് ആണ് അവർ കൺസിഡർ ചെയ്യുന്നത് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴും ഇപ്പോൾ മാസം നിക്ഷേപിക്കുകയാണെങ്കിലും ഇയർലി നിക്ഷേപിക്കുകയാണെങ്കിലും എല്ലാ മാസം 5-ാം തീയതിക്ക് മുമ്പ് നിക്ഷേപിക്കാൻ നോക്കാം. ഇനി നമുക്ക് നോക്കാം, 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾ ഇടുന്നത്. ഇതൊരു ഗ്രോയുടെ സൈറ്റിൽ നിന്ന് ഇടുന്ന ഒരു കാൽക്കുലേറ്ററാണ്. അപ്പോൾ 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ 15 വർഷമാണ് ഇതിൻ്റെ കാലാവധി. 15 വർഷം കഴിഞ്ഞാലാണ് ഇത് കാലാവധി എത്തുക. അതിന് ശേഷമാണ് നിങ്ങൾക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഗവൺമെൻറ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിലവിൽ ഇൻട്രസ്റ്റ് റേറ്റ് 7.1 ആണ്. ഇത് കൂടാം കുറയാം, ആ ഒരു സമയത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഇതിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നത് 15 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്നത് 22,50,000 രൂപയാണ്. അതിൽ 18 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 18 ലക്ഷം രൂപ ഇൻട്രസ്റ്റും കൂട്ടി അപ്പോൾ 40 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നിങ്ങൾ എത്രയാണ്? 22 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. മെച്യൂരിറ്റി എമൗണ്ട് 40 ലക്ഷം രൂപ. അപ്പോൾ 15-ാമത്തെ വർഷം നിങ്ങൾക്ക് 40,68,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് 1 കോടി രൂപയാക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ 15 വർഷമാണ് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡ്. അപ്പോൾ PPFിൽ ഒരു പ്രത്യേക ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. അതായത് നിങ്ങൾക്ക് 5 വർഷമുള്ള ബ്ലോക്കായിട്ട് 15 വർഷത്തിന് ശേഷം 5 വർഷമുള്ള ബ്ലോക്കായിട്ട് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു കേസിൽ 20 വർഷത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, 25 വർഷത്തേക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം 20 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ 20 വർഷമാകുമ്പോൾ എന്തായി? സെയിം റേറ്റിൽ നമുക്ക് കിട്ടുന്നത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 30 ലക്ഷം രൂപ, ഇൻട്രസ്റ്റ് 36 ലക്ഷം രൂപ, മെച്യൂരിറ്റി വാല്യൂ 66,58,000 രൂപ. ഇനി അത് 5 വർഷം കൂടി നമ്മൾ കൂട്ടി, 5 വർഷം കൂടി കൂട്ടുമ്പോൾ നമ്മൾ 25 വർഷത്തേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കാണാം ഇൻട്രസ്റ്റ് റേറ്റ് വളരെ വലുതായിട്ട് കൂടും. അതായത് 65 ലക്ഷം രൂപയിൽ നിങ്ങൾ എത്തുകയാണ്. ഇൻട്രസ്റ്റ് മാത്രമായിട്ട് നിങ്ങൾക്ക് 65,58,000 രൂപ ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കിട്ടും ഈ ഒരു 25 വർഷത്തേക്ക്. അപ്പോൾ നിങ്ങൾക്ക് കാണാം 1 കോടിക്ക് മുകളിലായി നിങ്ങളുടെ മെച്യൂരിറ്റി വാല്യൂ. അപ്പോൾ 15,000 രൂപ വെച്ചിട്ട് PPFിൽ 12,500 രൂപ വെച്ചിട്ട്, അതായത് 1,50,000 രൂപ വെച്ചിട്ട് PPFിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ 25 വർഷം കൊണ്ട് നിങ്ങളുടെ എമൗണ്ട് 1 കോടി രൂപയായിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗ്ഗമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ 1,50,000 ഇടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്.